കൊല്ലം ജില്ലയിലേക്ക് പോവുകയാണ്. കരുനാഗപ്പള്ളി പരിശോധിക്കാം. കരുനാഗപ്പള്ളി കഴിഞ്ഞ തവണ CPIയിൽ നിന്ന് UDF പിടിച്ചെടുത്ത മണ്ഡലമാണ്. നമ്മുടെ സർവേയിലൊക്കെ മികച്ച സ്കോർ നേടിയിട്ടുള്ള CR മഹേഷാണ് UDFിന്റെ സ്ഥാനാർത്ഥി. അഡ്വക്കേറ്റ് MS താര LDFിന്റെ സ്ഥാനാർത്ഥിയായിട്ടും VS ജിതിൻ ദേവ് BJPയുടെ NDAയുടെ സ്ഥാനാർത്ഥിയായിട്ടും മത്സരിക്കുമ്പോൾ എന്താണ് കരുനാഗപ്പള്ളിയുടെ രാഷ്ട്രീയ ചിത്രം എന്നുള്ളത് കൗതുകകരമാണ്. കഴിഞ്ഞ പ്രാവശ്യം ഈ CR മഹേഷിന് 29,000 വോട്ടിന്റെ ഭൂരിപക്ഷം എന്നുള്ളത് കോൺഗ്രസുകാരെ തന്നെ ഞെട്ടിച്ച ഒരു കാര്യമാണ്. എനിക്ക് തോന്നുന്നു മഹേഷ് പോലും ഒരു 10,000-നടുത്ത് ജയിക്കും എന്നൊക്കെ ഉള്ളത് പ്രതീക്ഷിച്ചിട്ടുണ്ടാകും. കാരണം നമ്മൾ ഈ അതായത് പരാജയപ്പെട്ടതിന് ശേഷം ആ മണ്ഡലത്തിൽ നിന്ന് പ്രവർത്തിക്കുന്ന നേതാക്കളെ കുറിച്ച് പറഞ്ഞില്ല. അങ്ങനെ ആ മണ്ഡലത്തിൽ നിന്ന് പ്രവർത്തിച്ച ആളാണ് CR മഹേഷ്. അങ്ങനെ കഴിഞ്ഞ പ്രാവശ്യം വിജയം ഒപ്പം നിന്നു, 29,000-ന്റെ വലിയ ഭൂരിപക്ഷം നേടി. ഇത്തവണ പക്ഷേ CPI MS താര, പഴയ കരുനാഗപ്പള്ളിയിലെ പഴയ MLA BM ഷെരീഫിന്റെ മകൾ MS താരയെ അവിടെ മത്സരിപ്പിക്കുന്നു. BJP ജിതിൻ ദേവ് മത്സരിക്കുന്നു. അപ്പോൾ കരുനാഗപ്പള്ളി ആര് കയ്യിലാക്കും എന്ന് നമുക്കൊന്ന് പരിശോധിച്ച് വരാം. ആരാണ് കരുനാഗപ്പള്ളിയിൽ മുന്നിൽ? 50%-ലധികം 50.53, 12.24 വ്യത്യാസം അവിടെയുണ്ട്. 38.29 MS താരയ്ക്ക് നേടാൻ കഴിയുക. 11.18 BJPയും നേടുന്നു. കഴിഞ്ഞ പ്രാവശ്യത്തിനേക്കാൾ മത്സരം കുറച്ചുകൂടെ ഉണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. മൂഡ് ഓഫ് ദ സ്റ്റേറ്റിൽ ഒരു ഏകപക്ഷീയമായ സ്വഭാവം കാണിച്ചിരുന്നു മണ്ഡലം CR മഹേഷിന് അനുകൂലമായി. പക്ഷേ MS താര കുറച്ചും കൂടി കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് റിസൾട്ടിൽ എന്നെ അത്ഭുതപ്പെടുത്തി. ഞാൻ കുറേ തവണ റീചെക്ക് ചെയ്ത ഒരു മണ്ഡലമാണ്. ഇത്രയും ഭൂരിപക്ഷം രാജ്യസഭ 29,000-ൽ പരം ഭൂരിപക്ഷം കരുനാഗപ്പള്ളി പോലൊരു മണ്ഡലത്തിൽ, അതായത് തുടർച്ചയായി CD വാരം മത്സരിക്കുന്നു. ആ മണ്ഡലത്തിൽ R രാമചന്ദ്രൻ പരാജയപ്പെട്ടു. സിറ്റിംഗ് MLA തന്നെ ഇവർ തമ്മിൽ തന്നെയായിരുന്നു വീണ്ടും മത്സരവും. അതിൽ 29,000 വോട്ടിൽ എന്തെങ്കിലും പിശക് പറ്റിയിട്ടുണ്ടോ? ഡിജിറ്റൽ നമ്മൾ പരിശോധിച്ചതാണ്. 2016-ൽ R രാമചന്ദ്രൻ മത്സരിക്കുമ്പോഴും വളരെ ചെറിയ ഭൂരിപക്ഷത്തിലാണ് അദ്ദേഹം അന്ന് വിജയിക്കുന്നത്. കരുനാഗപ്പള്ളിയിൽ ഈ പറഞ്ഞതുപോലെ നമുക്ക് മൂഡ് ഓഫ് ദ സ്റ്റേറ്റിൽ കണ്ട ഏകപക്ഷീയമായ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയ മേൽക്കൈയിൽ 2% താഴെയുള്ള മേൽക്കൈയെ UDFിനുള്ളൂ. അല്ല, ഇടതുപക്ഷത്തിന് വലിയ സ്വാധീനമുള്ള ഒരു മണ്ഡലമാണ്. അതെ, ഇടതുപക്ഷത്തിന് വലിയ സ്വാധീനമുള്ളതാണ്. ഒരു തെരഞ്ഞെടുപ്പ് ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ CD വാകരൻ ഏതോ ഒരു വോട്ടറോട് വോട്ട് ചോദിച്ചിട്ട് ആ തെരഞ്ഞെടുപ്പിൽ വോട്ട് തന്നില്ലെന്ന പേര് തല്ലിയൊരു വിവാദമൊക്കെ ഉള്ള മണ്ഡലമാണ്. എന്നിട്ട് പോലും അതിനെയൊക്കെ മറികടന്ന് അദ്ദേഹം വലിയ ഭൂരിപക്ഷത്തെ ആ മണ്ഡലത്തിൽ ജയിക്കുന്നത് 2006-ൽ 2011-ൽ അതിനേക്കാൾ വലിയ ഭൂരിപക്ഷത്തെ ജയിച്ച മണ്ഡലമാണിത്. ഇവിടെ BJP കഴിഞ്ഞ തവണ BT സുധീർ 12,000 വോട്ട് മാത്രമേ നേടിയുള്ളൂ. പക്ഷേ ഏറ്റവും അത്ഭുതപ്പെടുത്തുന്ന കാര്യം 2024-ലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശോഭാ സുരേന്ദ്രൻ ഈ കരുനാഗപ്പള്ളി മണ്ഡലത്തിൽ നിന്ന് 52,000 വോട്ടാണ്. അതായത് ആ ആലപ്പുഴയിൽ മൊത്തം ലോക്സഭാ മണ്ഡലങ്ങളിൽ ഒരു നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ വോട്ട് ശോഭാ സുരേന്ദ്രൻ സമാഹരിച്ചത് കരുനാഗപ്പള്ളിയിൽ നിന്നാണ്. 52,000 വോട്ട്. ജിതിൻ ദേവും നമ്മൾ ഇതിന്റെ ഫസ്റ്റ് ഫേസ് ആയിരുന്നു കരുനാഗപ്പള്ളി ഉണ്ടാകുന്നത്. ഇപ്പൊ പ്രചരണ രംഗത്ത് വളരെ മുന്നിലാണ്. ഇപ്പം LDFിനെയും UDFിനെയും വെച്ച് നോക്കുമ്പോൾ പ്രചരണ സാമഗ്രികളിലും പ്രചരണ രംഗത്തും BJP വലിയ മുന്നിലാണ്. അത് വോട്ടായി മാറുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും വീണ്ടും മത്സരം കടക്കും. അത് വരും ദിവസങ്ങളിൽ ഒരു പക്ഷേ BJP ഈ പറഞ്ഞുകൊണ്ട് അവരുടെ വോട്ട് ഷെയർ ഒരു 3-4% ഒക്കെ വർദ്ധിപ്പിക്കാനുള്ള സാധ്യത ഉണ്ട് എങ്കിൽ ഒരു പക്ഷേ കുറെ കൂടി ഈ ചിത്രം മാറും എന്ന് നമുക്ക് അനുമാനിക്കാൻ പറ്റും. തീർച്ചയായിട്ടും ജിതിൻ ദേവ് അവിടെ നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അതെ, വലിയ രീതിയിൽ അവർക്ക് അധികം സ്വാധീനമൊന്നും ഇല്ലാത്ത പ്രദേശങ്ങളിൽ പോലും പ്രചരണ രംഗത്ത് ജിതിൻ ദേവ് വളരെ മുന്നിലാണ്. പക്ഷേ ഇനി അതിന്റെ സൂചനയാണോ എന്നറിയില്ല. കഴിഞ്ഞ പ്രാവശ്യം 16% വോട്ട് വ്യത്യാസത്തിലാണ് മഹേഷ് കഴിഞ്ഞ പ്രാവശ്യം 29,000-ന്റെ ഭൂരിപക്ഷത്തിന് ജയിച്ചത്. പക്ഷേ ഇത്തവണ നമ്മുടെ ട്രെൻഡ് അനുസരിച്ച് 12% വ്യത്യാസമേ ഉള്ളൂ. എന്നാലും ഒരു അട്ടിമറി സാധ്യമല്ല. അവിടെ ഈ ഒരു ടേമും കൂടി മഹേഷ് വിജയിക്കാൻ തന്നെയാണ് സാധ്യത. കരുനാഗപ്പള്ളി കോൺഗ്രസിനെ സംബന്ധിച്ച് UDFിനെ സംബന്ധിച്ച് സേഫ് ആണ് എന്നാണ് ഈ സർവേ പറയുന്നത്.